ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളെ വെഡ്ഡിങ് ഡേ ആണ്. നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 8:30 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളെടുത്ത് എത്താൻ പറഞ്ഞ് കറക്റ്റ് ടൈമിന് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ചെക്കൻ ഇറങ്ങിയതിന് ശേഷമാണ് ബസ്സിൽ കയറാൻ വേണ്ടി പോയത്. ചെക്കൻ്റെ വീട്ടിലേക്ക് വലിയ ടൂറിസ്റ്റ് ബസ് അങ്ങനെയൊന്നും വരില്ല. വരുന്ന വെച്ചാൽ തിരിഞ്ഞു പോകാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് താഴെയാണ് വണ്ടി നിർത്തിയിടുക. അപ്പോൾ ചെക്കൻ ഇറങ്ങിയതിന് ശേഷം നമുക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ മഴ ഞങ്ങളെ ചതിച്ചു. മഴ എന്ന് പറഞ്ഞാൽ ഒരു 1/4 മണിക്കൂറോളം തോരാതെ മഴയായിരുന്നു രാവിലെ. കുറച്ച് പേരൊക്കെ നടന്നു പോയേ, പക്ഷെ അവരൊക്കെ നനഞ്ഞ് കുളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പകുതി എത്തുമ്പോഴേക്കും മഴ നല്ല ശക്തമായിട്ട് പെയ്ത് നമ്മളെന്തോ ഭാഗ്യത്തിന് ഇറങ്ങാത്തത് കൊണ്ട് അവിടെ നിന്ന്. അതുപോലെ മാമിക്കാൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. 3 പേർക്കും ഒരേപോലത്തെ കുർത്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരങ്ങനെ കിട്ടിയിട്ട് കാണണം എന്നുള്ളത്. അങ്ങനെ ഒരാന മഴയൊക്കെ കുറഞ്ഞു ഞങ്ങൾ ബസ്സിലേക്ക് കയറി. ബസ്സിൽ കയറുമ്പോഴേക്ക് സീറ്റൊക്കെ തീർന്നു. നേരത്തെ എന്നോട് പറഞ്ഞതായിരുന്നു നേരത്തെ വന്നിട്ട് വണ്ടി കയറണേ എന്നുള്ളത്. പക്ഷെ ആ മഴ ഞങ്ങളെ ചതിച്ചു. അതുകൊണ്ട് നമുക്ക് വേഗം ഒന്നും കയറാൻ പറ്റിയില്ല. എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ചെക്കൻ്റെ വീട് കണ്ണൂരും പെണ്ണിൻ്റെ വീട് കാസർഗോഡും ആയിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. എങ്കിലും കല്യാണമെല്ലാം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കല്യാണത്തിലങ്ങ് മുഴുകിയിരുന്നത് കൊണ്ട് ചില കാര്യപ്പെട്ട വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുപോലെയാണ് ഫസ്റ്റ് ചെക്കൻ ഇറങ്ങി വരുമ്പോൾ നമുക്ക് വീഡിയോ കിട്ടിയിരുന്നില്ല. അതായത് ഇപ്പോൾ ഓൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കിട്ടിയത്. നേരത്തെ എടുക്കാൻ പറ്റാത്തത് മഴ കാരണമാണ്. ഓൻ വേഗം പോയി, നമ്മൾ ലേറ്റായിപ്പോയി അതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രൈഡ്. അത് കഴിഞ്ഞു നേരെ റൂം കാണാൻ വേണ്ടി കയറിപ്പോയി. റൂമൊക്കെ കണ്ട് വന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഫുഡൊക്കെ കഴിച്ച് പാത്രം കാലിയാകാനായപ്പോഴാണ് ഓർമ്മ വന്നത്. അങ്ങനെ ലാസ്റ്റ് കിട്ടിയ ഒരു ചെറിയൊരു ക്ലിപ്പാണത്. അത് കഴിഞ്ഞ് നേരെ ചെക്കനെയും കൊണ്ട് റൂമിലേക്ക് പോയി. എല്ലാവരും ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് റൂമിലേക്ക് കൊണ്ടുവന്നത്. അത് ഇവിടുത്തെ ഒരു സമ്പ്രദായമാണത്. കണ്ണൂരുള്ള പിയാപ്പിളമാരെ അറയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. ആ ഒരിത് അവിടെയും അവർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് പാട്ടും കൂത്തും മേളമായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതോടെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എൻ്റെ കയ്യിൽ വേറെ വീഡിയോ ഇല്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.